കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള ഓഫറിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങാൻ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള 1-2 അറിവുകൾ ഞാനൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ ടെക്കികൾക്ക് പ്രിയപ്പെട്ട ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾക്ക് 80% വരെ ഡിസ്കൗണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ചില ആളുകൾ പറയുന്നു ഇത് പക്കാ തട്ടിപ്പാണെന്ന്, മറ്റു ചിലർ പറയുന്നു ഇല്ല ചിലതിനൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ശരിക്കും ഇത്രയും വലിയ ഓഫറുകളൊക്കെ ഇതിനുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ സത്യം അതാണ്, ഈ ഓഫറുകളൊക്കെ ഉണ്ട്. എന്നാൽ അതേസമയം കുറച്ച് തട്ടിപ്പുകളും ഇതിന് പുറകിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു പ്രൊഡക്റ്റിന് 1 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആകർഷിക്കുമ്പോൾ ഇതിന് പുറകിൽ 2 രീതിയിൽ നമ്മളെ പറ്റിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ആകർഷിക്കുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ 5-10 യൂണിറ്റുകളായിരിക്കും ഇവർ ഇത്തരത്തിൽ 1 ഡിസ്കൗണ്ടിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിതും പ്രതീക്ഷിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവിടണം. നമുക്കായിട്ട് ഓഫർ കിട്ടുകയുമില്ല, മറ്റു ചിലർക്കാണെങ്കിൽ ഓഫർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓഫറൊന്നും ഇല്ല, ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ പറയും എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും മണ്ടരാവും അല്ലേ. ഇനി മറ്റു ചില പ്രൊഡക്റ്റുകൾക്കായിട്ട് 1-2 മണിക്കൂറൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഓഫറുകൾ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ഈ ഒരു സാധനം വിറ്റ് തീർന്നിട്ടുണ്ടാവും, അവർ അടുത്ത മണിക്കൂറിൽ തന്നെ റേറ്റ് കൂട്ടിയിട്ടുണ്ടാവും. പലപ്പോഴും നോക്കിയിട്ട് നിങ്ങൾ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. പല പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോഴേക്കും റേറ്റ് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടാക്കുന്നത് റേറ്റ് കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും ഇത്തരത്തിൽ നടക്കുന്ന ഈ അപ്ഡേറ്റുകൾ, വരുന്ന ഓഫറുകളൊക്കെ നമുക്ക് അറിയാനൊരു മാർഗ്ഗമുണ്ട്. ടെലഗ്രാമൊക്കെ ഉപയോഗിക്കുന്നില്ലല്ലേ നിങ്ങൾ? ടെലഗ്രാമിൽ ഡീൽ സ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സെയിൽ സമയത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഓഫറുകൾ മാത്രം അവർ അപ്പം അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഒരു ലിങ്ക് കിട്ടി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചാടിപ്പോയി എടുക്കാൻ വരട്ടെ, നമ്മൾ മറ്റ് ചില തട്ടിപ്പുകൾ കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം. നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് MRP അല്ല, അതായത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കാണിക്കുന്ന ഫയർ ബോൾട്ടിൻ്റെ ഈ ഒരു വാച്ച് ഇവിടെ 95% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് 999 രൂപയ്ക്കാണ് നൽകുന്നത്. ഇതിൻ്റെ 95% ഡിസ്കൗണ്ട് എന്ന് നോക്കുമ്പോൾ ആ ഒരു MRP നോക്കി 19,999 ആണ്. ഇതുപോലെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾക്ക് എല്ലാത്തിനും തന്നെ ഒരു ഹ്യൂജ് പ്രൈസ് ആയിരിക്കും MRP ആയിട്ട് അതിൻ്റെ ബോക്സിലിട്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നും 95% ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇനി മറ്റൊരു കാര്യം തന്നെയല്ലേ, ശരിയായ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അഥവാ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇതൊക്കെ നോക്കാൻ ഇന്ന് ധാരാളം ട്രിക്കുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പ്രൈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ആഡോണുകളുണ്ട്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് മുൻപ് എത്രയൊക്കെ റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം ദിവസം ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ടെന്ന്, നിലവിൽ എവിടെയൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതിപ്പോൾ നോക്കിയാൽ അറിയാം, ജൂലൈ മാസത്തിൽ ഇത് 931 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നത് 999 രൂപയ്ക്കാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മളെപ്പോഴും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസ് കൂടി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രം പോയിട്ട് നമ്മൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പല ആളുകളും പറയും ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നമ്മളെ പറ്റിക്കുകയാണെന്ന്. സത്യത്തിൽ ആമസോണും ഫ്ലിപ്കാർട്ടും അറിഞ്ഞുകൊണ്ടൊന്നും നമ്മളെ പറ്റിക്കുന്നതല്ല. ഇത് സെല്ലർമാരാണ് ഈ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ഓഫറിൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരിടുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓഫറുകൾ കിട്ടുക. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചിട്ട് മാത്രം പോയിട്ട് വാങ്ങുക. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ സെയിലിൻ്റെ പോസ്റ്റുകൾ ഇടുമ്പോൾ താഴെ വന്നിട്ട് കുറച്ച് കമൻറ്റുകളുണ്ട്. വയനാട് ദുരന്തത്തിൽ ഈ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ എന്ത് സഹായിച്ചു എന്ന്. പറയേണ്ട മറുപടി നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ്. അതായത് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെല്ലർമാരാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ വരെ വീട്ടമ്മമാരും ഇപ്പോൾ ചെറുകിട കച്ചവടക്കാരൊക്കെ തന്നെ ഈ ആമസോണിലൂടെയൊക്കെ വിറ്റ് ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നുള്ളൂ. അല്ലാണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടും അല്ല ഇത്രയും വലിയ സെയിൽ നടത്തുന്നത്. നമ്മൾ നാട് ഓടുമ്പോഴേ ആ കൂട്ടത്തിൽ നടുവേ ഓടണം എന്ന് പറയുന്നത്, അല്ലാണ്ട് പിന്തിരിഞ്ഞോടാനല്ല പറയേണ്ടത്. ഞാനൊരു ടെക് വ്ളോഗറാണ്. എന്നെ സംബന്ധിച്ച് കമ്പ്യൂട്ടറും അതുപോലെ സ്മാർട്ട് ഫോണും ഇനി ഊബറും സൊമാറ്റോയും ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സഹായകരമാവുന്നു എന്ന രീതിയിൽ ഞാനത് അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു പുതിയ ടെക്നോളജികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി അതൊന്നും നമുക്ക് ഒഴിവായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പല ആളുകളും ചിന്തിക്കുന്നത് ഇനിയും കാളവണ്ടി യുഗത്തിലേക്ക് പോകണമെന്നാണ്. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. നിങ്ങളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി നിങ്ങളും അത് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലായാലും നിങ്ങളുടെ ലൈഫിലായാലും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും അതിനോടൊത്ത് മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.